എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അകന്നപ്പോൾ അവർ കൂടുതൽ നിങ്ങളെ ഇഷ്ടപ്പെടുകയാണെന്നതിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ ഈ ചെടി ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. അകൽച്ച ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകന്ന ഒരവസ്ഥയാണുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടത്, ഏറ്റവും കൂടുതൽ കേട്ടത്, ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ആ വ്യക്തിയുടെ സ്നേഹമാണ്, ഇഷ്ടമാണ്. ആ ഇഷ്ടവും സ്നേഹവും നിങ്ങൾക്കും വളരെ താല്പര്യം ഉള്ളതായിരുന്നു. കാരണം നിങ്ങളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു, ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, ആ വ്യക്തിയുടെ താല്പര്യങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത്? നിങ്ങളുടേതോ ആ വ്യക്തിയുടേതോ അല്ലാതെയോ ആയ ഒരു കാരണം കൊണ്ട് നിങ്ങൾ അകന്നു. ആ അകൽച്ച നിങ്ങൾക്കിപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത് ഒരു വലിയ ദുഃഖം തന്നെയാണ്. ആ അകൽച്ചയിലൂടെ നിങ്ങളുടെ മനസ്സിൽ ദുഃഖമുണ്ട്. എൻ്റെ വ്യക്തി എന്നെ വിട്ടു പോയല്ലോ, എൻ്റെ വ്യക്തി എന്നെ തനിച്ചാക്കി കടന്നുപോയല്ലോ, ഞാൻ എങ്ങനെ ഇത് സഹിക്കും, എനിക്കെങ്ങനെ ഇത് ഉൾക്കൊള്ളാൻ കഴിയും, എന്തുകൊണ്ട് എൻ്റെ വ്യക്തി എന്നെ സ്നേഹിച്ചില്ല, എന്തുകൊണ്ട് എൻ്റെ വ്യക്തി എന്നെ മനസ്സിലാക്കിയില്ല, എൻ്റെ വ്യക്തിക്ക് എന്നെ മനസ്സിലാക്കിക്കൂടായിരുന്നു. അങ്ങനെയുള്ള പല ചിന്തകളും നിങ്ങളുടെ മനസ്സിലേക്ക് പോകുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ആ വ്യക്തി പോയതിൽ വിഷമമുണ്ട്. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് കടന്നു പോയപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ദുഃഖം വളരെ വലുത് തന്നെയാണ്. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് കടന്നു പോയപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വേദനകളുണ്ടായി. കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു, നിങ്ങൾക്ക് ആ വ്യക്തിയോട് താല്പര്യമായിരുന്നു, നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മുൻപിൽ നിങ്ങളുടെ ജീവിതം മുഴുവനും നിങ്ങൾ തുറന്നു വെക്കാൻ ആഗ്രഹമുണ്ട്. കാരണം മറ്റാരേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഇഷ്ടമുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കടന്നു പോകുന്നത്? ഒരിക്കൽ പോലും ആ വ്യക്തിയെ സ്നേഹിക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അകന്നു പോയപ്പോൾ നിങ്ങൾക്കൊരു നഷ്ടബോധം മനസ്സിൽ തോന്നിയിട്ടുണ്ട്. എൻ്റെ വ്യക്തി എന്നിൽ നിന്ന് അകന്നു പോയല്ലോ, എൻ്റെ വ്യക്തി എന്നിൽ നിന്ന് മറഞ്ഞു പോയല്ലോ എന്നൊരു ദുഃഖം നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ ആ ദുഃഖത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നിങ്ങളിൽ നിന്ന് അകന്നപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയാണ്. നിങ്ങളിൽ നിന്ന് അകന്നപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. നിങ്ങളിൽ നിന്ന് അകന്നപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് വലിയ താല്പര്യമായിരിക്കുകയാണ്. അകന്നപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല. അകന്നതുകൊണ്ട് ആ വ്യക്തി കൂടുതൽ അടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അടുത്തതായിട്ട് പൂച്ചയെ പൈലായി സ്വീകരിച്ച റീഡിങ്ങിലേക്ക് പോകാം. എപ്പോഴും നിങ്ങൾക്ക് പുറകെ ഉണ്ടായിരുന്ന ഒരാൾ, നിങ്ങൾ ആ വ്യക്തിക്ക് പുറകെ നടന്ന ഒരാൾ, ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേദനയുണ്ട്, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ദുഃഖമുണ്ട്, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പുകയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരികയാണ്. കുറ്റബോധം നിങ്ങൾക്കുണ്ട്. എൻ്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായോ, എൻ്റെ വ്യക്തി പോയതിൽ എൻ്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായോ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. എന്തായാലും അകൽച്ച അവിടെ സംജാതമായിരിക്കുന്നു. അകൽച്ചയ്ക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കാരണമുണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് കാരണമുണ്ടെങ്കിലും, സാഹചര്യങ്ങളോ മറ്റു ചിലരോ ഒക്കെ ആയാലും ശരി, അകൽച്ച യാഥാർത്ഥ്യമായിരിക്കുന്നു. അകലാൻ കുറേ കാരണങ്ങളുണ്ടായി. വാക്കും പ്രവൃത്തിയും സംശയവും ഒക്കെ അകലാൻ കാരണമായിട്ടുണ്ടാവും. ആ അകൽച്ചയ്ക്ക് അപ്പുറത്ത് ആ വ്യക്തിയുടെ മനസ്സിപ്പോൾ തേങ്ങുന്നുണ്ട്. നിങ്ങളോട് ക്ഷമിക്കാമായിരുന്നു എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിൽ വരുന്നു. കാരണം ഇതൊന്നും അത്ര വലിയ സംഭവങ്ങളായിരുന്നില്ല, ഇതൊന്നും അത്ര വലിയ കാര്യമായിരുന്നില്ല, ഇതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതും ഇതിൻ്റെ അപ്പുറവും സംഭവിച്ചാലും പരസ്പരം സ്നേഹിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ സാഹചര്യങ്ങളുണ്ടായി. ഇതും ഇതിൻ്റെ അപ്പുറം സംഭവിച്ചിരുന്നാലും ഒരുപാട് കാര്യങ്ങൾ അറിയാനും കേൾക്കാനും ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു മനസ്സ് ആ വ്യക്തിയിൽ വന്നിരിക്കുന്നു. എപ്പോഴും ആ വ്യക്തിക്ക് പുറകെ ഉണ്ടായിരുന്ന നിങ്ങളില്ലാതായപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലൊരു വിഷമമുണ്ട്, ആ വ്യക്തിയുടെ മനസ്സിലൊരു ദുഃഖമുണ്ട്. എൻ്റെ ഒപ്പം ഇന്ന ആളിപ്പോൾ ഇല്ലല്ലോ,
അതിൻ്റെ മുറിപ്പാടുകളും വേദനകളും ഒരുപക്ഷെ ആ വ്യക്തി തന്നെ പറയും നിങ്ങൾ എൻ്റെ പുറകെ വരണ്ട എന്ന് നിങ്ങളോട് ആ വ്യക്തി തന്നെ പറഞ്ഞിട്ടുണ്ടാവാം ദേഷ്യത്തോടെ. ഇനി എൻ്റെ പുറകെ വരണ്ട, എന്നോട് മിണ്ടണ്ട, എന്നോട് സംസാരിക്കേണ്ട എന്നൊക്കെ ആ വ്യക്തി പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ അതിൻ്റെയൊക്കെ ഓർത്തിപ്പോൾ ആ വ്യക്തിക്ക് വിഷമമുണ്ട്. ഞാനങ്ങനെ പറയരുതായിരുന്നു, ഞാനങ്ങനെ സംസാരിക്കരുതായിരുന്നു, എൻ്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റ് വലുതാണ്, എൻ്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയുന്നില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല, ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ ഈ തെറ്റ് ചെയ്യരുതായിരുന്നു, എനിക്ക് എൻ്റെ വ്യക്തിയിലേക്ക് വേഗം എത്തണം. കാരണം ആ വ്യക്തി നിങ്ങളൊന്നും ആ വ്യക്തിക്ക് വേണ്ടി ചെയ്തിരുന്നില്ല എന്നാണ് ആ വ്യക്തി കരുതിയത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സഹായമോ ഒരു സഹകരണമോ ഒരു നന്മയോ ഒന്നും ആ വ്യക്തിക്ക് കിട്ടിയില്ലായിരുന്നു എന്നാണ് ആ വ്യക്തി വിചാരിച്ചിരുന്നത്. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് ആ വ്യക്തിക്ക് ബോധ്യപ്പെടുകയാണ്. നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു, ആ വ്യക്തി പോലും അറിയാതെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിഞ്ഞ് ആ വ്യക്തി കുറ്റബോധത്താൽ നീറുന്ന മനസ്സുമായിട്ട് നിൽക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.